തോറ്റു പോകുമ്പോ ആൾക്കാർ പറയേ നിന്റെ യോഗട വിധി പോട്ടെ കഴിഞ്ഞു. ഞാൻ എപ്പോഴും പറയും, സാധാരണ കുടുംബത്തിൽ പറഞ്ഞുകൊണ്ട് നമ്മളെന്തിനാ വിഷമിക്കണേ? അച്ഛനെ നമ്മൾ തീരുമാനിച്ചല്ലോ, പക്ഷെ അമ്മായിച്ചനെ നമുക്ക് തീരുമാനിക്കട്ടാ. അത് നമ്മളെ വാശി അല്ലേ? ത്രില്ലാണോ? ഒരു വാശിയൊക്കെ ലൈഫിനെ കാണോ? എന്റെ ബന്ധുക്കൾക്കും ഇപ്പൊ എന്നെ കല്യാണം കഴിപ്പിക്കാൻ ധൃതിയാ. ഞാനല്ലേ നമുക്ക് മുന്നോട്ട് പോകുന്ന വാശിയുള്ളോ? ഞാൻ പലപ്പോഴും യൂട്യൂബിൽ ഒരു സ്റ്റോറി പറഞ്ഞായിരുന്നു, ഭയങ്കരമായിട്ട് വൈറലായി പോയി. കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്റ്റോറിയാണ്, വേറെ ഒന്നും കൊണ്ടല്ല. ഒരു കാഷ്യസ് ക്ലേ എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ സ്റ്റോറി. അവനിക്ക് ലൈഫ്, അവനിക്ക് വാശി, സ്വന്തം ഒന്നുമില്ലാത്ത പയ്യൻ 10ാമത്തെ വയസ്സില് അവന്റെ അമ്മച്ചിടൊപ്പം വഴി കൂടെ നടന്നു പോവാ. അമേരിക്കയിലെ ചേരിക്ക് നടന്നു പോവാ. കാണാൻ കൊള്ളാം. അവന്റെ അമ്മ നടന്നു പോകുന്ന സമയത്ത് നാട്ടിലെ പൊട്ട ഏരിയാണ്, റൗഡികൾ മാത്രമല്ലോ. ആ നാട്ടിലെ ഏറ്റവും വലിയ റൗഡി അന്ന് ജയിൽ ശിക്ഷയ്ക്ക് പുറത്തു വന്നിട്ടുള്ളോ. ആദ്യമായിട്ട് അവൻ അമ്മേനെ കാണണ. വലത്തെ കയ്യിൽ മോനെ പിടിച്ചോണ്ട് പാവം നടന്നു പോവാ. റൗഡി അമ്മേനെ കണ്ട വഴിക്ക് മോശപ്പെട്ട വാക്ക് പറഞ്ഞുകൊണ്ടിരിക്കണം, അസഭ്യം പറഞ്ഞുകൊണ്ടിരിക്കണം. അമ്മ ചുറ്റും നോക്കി, നാട്ടുകാർ മുഴുവൻ കേൾക്കേണ്ട, ഒരാൾ പ്രതികരിക്കുന്നില്ല. അമ്മയ്ക്ക് മനസ്സിലായി ഒരാൾ എനിക്ക് വേണ്ടി പറയല്ലെന്ന്. വലത്തെ കയ്യിൽ പിടിച്ച മോന്റെ കൈ ഒന്നും കൂടി മുറുക്കി പിടിച്ചിട്ട് പാവം താഴ്ത്തു നോക്കി നടക്കുകയാണ്. തൊട്ടടുത്തേതപ്പോ റൗഡി നേരെ മുന്നേ കയറിയിട്ട് അമ്മയുടെ ഇടത്തെ കയ്യിൽ കയറി പിടിക്കണം. ഇടത്തെ കയ്യിൽ കയറി പിടിച്ചപ്പോ ഓളിയിടാൻ പോലും ധൈര്യമില്ലേ പാവം അമ്മയ്ക്ക്. അത് ആകെ ഒരു കാര്യം ചെയ്തല്ലോ, തന്റെ കൈ വലത്തെ കയ്യിൽ പിടിച്ച മോന്റെ കൈയെടുത്ത് മാറോട് ചേർത്ത് വെച്ച് താഴോട്ട് നോക്കിയിരുന്നു. കണ്ണീരില്ല, അവന്റെ കണ്ണീർ അവന്റെ കൈമിക്കല് വീണോണ്ടിരിക്കുന്നുണ്ട്. 10 വയസ്സുള്ള മോന് ആകെ ഒരു കാര്യം മനസ്സിലായുള്ളോ, എന്റെ അമ്മയ്ക്ക് ഇഷ്ടായിട്ടില്ല. പാവം കരയണം. ഏകദേശം 6 അടി 2 ഇഞ്ച് ഉയരണ്ട്. നമ്മുടെ പ്രശോഭന അത്ര ഉണ്ടാവും. റൗഡി ഇപ്പൊ എത്ര ഉള്ളോ? റൗഡി പ്രതീക്ഷിക്കില്ലേ നട്ടുച്ച നേരം ഒരാളിനോട് ചോദിക്കാൻ പറ്റില്ലെന്നറിയാം. പക്ഷെ ഇത് കണ്ടപ്പോ അമ്മയ്ക്ക് ഇഷ്ടായിട്ടുള്ള ഒറ്റ കാര്യം കണ്ടപ്പോ ഈ പയ്യൻ 10 വയസ്സുള്ള പയ്യൻ നേരെ നീറ്റുന്ന ജമ്പ് ഒറ്റ കിക്കാണ്, നേരെ ഒറ്റ പഞ്ചാണ്, നേരെ മൂക്കിനെ പ്രതീക്ഷിക്കാണ്ട് കിട്ടിയ പഞ്ച. മൂക്കിന്ന് ചോര വന്നു, ഫ്ലാറ്റായി നേരെ ബോധം കിട്ടി വീണു. പയ്യൻ പറഞ്ഞു അമ്മയെ പോവാന്ന് പറഞ്ഞു. അമ്മേനെ കൂട്ടി പയ്യൻ പോയി. 12ാമത്തെ വയസ്സില് ഇവന്റെ സൈക്കിൾ അടിച്ചു മാറ്റി. ഇവന്റെ സൈക്കിൾ അടിച്ചു മാറ്റിയിട്ട് സിനിമ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോ ഇവൻ നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി. അവർ സാർ എന്റെ സൈക്കിൾ അടിച്ചു മാറ്റി, എനിക്ക് വേണമെന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു ആരെന്ന് എനിക്കറിയോ? എനിക്ക് ആരെന്നറിയില്ല, കണ്ടുപിടിച്ചേ പറ്റൂ. ഇപ്പൊ 3-4 വട്ടം വന്നപ്പോ ഇവന്റെ ആവേശം കണ്ടപ്പോ പോലീസുകാരെ പറഞ്ഞു, മോനെ തൊട്ടപ്പുറത്ത് ഒരു ബോക്സിംഗ് ക്ലാസ് ഉണ്ടാ, നീ പോയി പഠിക്കേ. നിനക്ക് ഇവ കള്ളന്മാരെ ഓടിച്ചിട്ടിരിക്കണമെങ്കിൽ നിനക്കെല്ലാം ശക്തി വേണം, നീ ബോക്സിംഗ് പഠിക്കാൻ പറഞ്ഞു. പോലീസുകാരൻ തമാശക്ക് പറഞ്ഞാ. പിറ്റേ ദിവസം അവൻ ബോക്സിംഗ് ക്ലാസ്സിന് പോയി. 16ാമത്തെ വയസ്സില് അവൻ ഇന്റർനാഷണൽ ബോക്സിംഗിലേക്ക് എൻട്രി ചെയ്തു. അങ്ങനെ 22ാമത്തെ വയസ്സിൽ അവൻ ബോക്സിംഗ് മത്സരത്തിൽ നിൽക്കുകയാണ്. 22ാമത്തെ മത്സരത്തിന് അവൻ നിൽക്കുമ്പോ അന്ന് ബോക്സിംഗിലെ നമ്പർ 1 ചാമ്പ്യൻ, 24 മത്സരത്തിലും ഒറ്റ തോൽവി പോലും അറിയാത്ത ജെഫ്രി ഫ്രേസിയറുമായിട്ടാണ് ഫൈറ്റ്. അന്ന് കമന്ററി പറഞ്ഞു, പാവ 22 വയസ്സുകാരൻ നെഞ്ചും കൂടെ പൊളിഞ്ഞു പോവല്ലോ, ഇവന്റെ ജീവൻ തിരിച്ചു കിട്ടിയ ഭാഗ്യം. പക്ഷെ ഇവര് വിഷമല്ല, വേറെ നിൽക്കണ. അവ എപ്പോഴും ഇടിക്കുമ്പോ പറയും ഐ ആം ദ ചാമ്പ്യൻ, ഐ ആം ദ ഗ്രേറ്റ്, ഐ ആം ദ ചാമ്പ്യൻ, ഐ ആം ദ ഗ്രേറ്റ്. ഇത് മാത്രം പറഞ്ഞു പിടിക്കാൻ നിൽക്കുള്ളോ. അങ്ങനെ 24 മത്സരത്തിൽ ഒറ്റ തോൽവി പോലും അറിയാത്ത ജെഫ്രി ഫ്രേസിയർ എന്ന് പറഞ്ഞ ചാമ്പ്യൻ റിംഗിലേക്ക് വന്നിട്ട് മത്സരം തുടങ്ങുന്നതിന് മുമ്പ് 2 ഹാൻഡ് കൂടി പഞ്ച് ചെയ്യും. പഞ്ച് ചെയ്യണ നേരത്തെ ജെഫ്രി ഫ്രേസിയറിനോട് ചോദിച്ചേ, മോനെ വീട്ടിയെ പറഞ്ഞിട്ടല്ലേ വന്നേക്കണേ, ജീവിക്കണം എന്ന് ആഗ്രഹമൊന്നുമില്ലേ എന്ന് ചോദിച്ചു. തിരിച്ചു മറുപടി പറഞ്ഞേ, ഇടി കഴിഞ്ഞിട്ട് സംസാരിക്കടാ എന്ന് തിരിച്ചു പറഞ്ഞു. അങ്ങനെ തുടങ്ങണേ. ആൾക്കാർ കൂടെ വിചാരിച്ചു മാക്സിമം 3 മിനിറ്റ് കൊണ്ട് മത്സരം കഴിയുന്ന. പക്ഷെ സുഹൃത്തെ മത്സരം തുടങ്ങി 12ാം സെക്കൻഡില് ഫസ്റ്റ് ഇടിക്ക് ജെഫ്രി ഫ്രേസിയർ ഇടിച്ചിട്ടവൻ എന്നിട്ട് നിൽക്കുകയാണ്. കമന്ററി പറഞ്ഞു, the new champion, the new history is created here, the Cassius Clay, the match winner എന്ന് പറഞ്ഞു. അങ്ങനെ നിൽക്കുക. അങ്ങനെ ജയിച്ചു കഴിഞ്ഞിട്ട് അവന്റെ അടുത്ത് വന്ന് ചോദിച്ചു, കാഷ്യസ് ക്ലേ താങ്കൾ എങ്ങനെ ഈ മത്സരം ജയിച്ചു? ഇത്രയും വലിയ ലോക ചാമ്പ്യനെ എങ്ങനെ 12ാമത്തെ സെക്കൻഡിൽ ഇടിച്ചിട്ടു എന്ന് ചോദിച്ചു. അവര് മറുപടി പറഞ്ഞുള്ളൂ, എന്റെ അമ്മയുടെ കൈക്ക് കയറി പിടിച്ചോന്ന് ഇടിച്ചെന്റെ 50% കൊടുത്തിട്ടുള്ളൂ, ബാക്കി കൊള്ളത്ര ആണിയില്ല. അതാണ് കാഷ്യസ് ക്ലേ. പിന്നെ പേര് മാറ്റി, ദാറ്റ് ഈസ് മുഹമ്മദ് അലി. അങ്ങനെ മുഹമ്മദ് അലി എന്ന് പറയുന്നത് കരാട്ടെ പഠിച്ചിട്ടില്ലെന്ന്, ജീവിതത്തിൽ തോൽക്കരുന്ന് വാശി ഉണ്ടാവുമ്പോ കയറി വരുന്ന ആൾക്കാരാണ്. അവരൊക്കെ നമ്മളെ സല്യൂട്ട് ചെയ്യണ്ടേ, അവരുടെ ഹാറ്റ്സ് ഓഫ് ചെയ്യണ്ടേ. അതുകൊണ്ടല്ലേ
ഇന്ന് ഇൻസ്റ്റാഗ്രാമിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഫോളോവേഴ്സ് ഉള്ള സ്പോർട്സ് താരം. അവർക്ക് ഇഷ്ടം നിങ്ങൾ പഠിക്കേ. അവൻ